ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് RCCBയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതായത് ഡൊമസ്റ്റിക് ആയാലും കൊമേഴ്ഷ്യൽ ആയാലും നമ്മൾ RCCB സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് RCCBയുടെ വർക്കിംഗ്, അതായത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അത് ട്രിപ്പാവുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലാണ് അത് ട്രിപ്പാവുക, എർത്ത് ലീക്കേജിനാണോ ട്രിപ്പാവുക അതോ ഓവർലോഡിനാണോ ട്രിപ്പാവുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ താമസിയാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അതിനായിട്ട് ഒരു 3-4 ബ്രാൻഡുകൾ RCCB ഏതോ ബ്രാൻഡ് ആയിക്കോട്ടെ, പക്ഷെ നമുക്കതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അല്ലാതെ ബ്രാൻഡുകളൊന്നും പ്രൊമോട്ട് ചെയ്യാനല്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ, എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ RCCB എടുത്തു കഴിഞ്ഞാൽ RCCBയുടെ ഏകദേശം ഒരു ഫ്രണ്ടേജ് ഇങ്ങനെയാണ് വരിക. നമുക്കിവിടെ ഇങ്ങനൊരു സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു മെക്കാനിസം ട്രിപ്പാകുന്നതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ബോൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന മാതിരി ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഈ കോയിൽ, ഈ CT കോയിൽ എന്ന് പറയും. CBCT, അതായത് കോർ. ഇതൊരു കോറാണ്, ഒരു കോർ ബാലൻസിങ്. ഇതൊരു ഇരുമ്പാണ്, ഒരു പച്ചിരുമ്പാണ്. അപ്പോൾ ഈ കോറിൽ അൺബാലൻസിങ്, അതായത് ഇതിലൂടെ നമ്മളെ ഈ ഇൻപുട്ടിലേക്ക് വരുന്ന ഒരു കറണ്ട്, അതായത് ഒരു RCCBയുടെ ഇന്നിലേക്ക് നമ്മളൊരു കറണ്ട് കയറി, ആ കയറിയ കറണ്ട് നേരെ ഇതിലൂടെ ഇറങ്ങി നമ്മളെ വീടുകളിലെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് അതേപടി അതേ ആംബിയറിൽ കയറി പോയി കഴിഞ്ഞാൽ RCCB സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കും. അതിന് യാതൊരുവിധ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതല്ല, നമ്മളെ ഫേസിലൂടെ ഒരു കറണ്ട് കയറി തിരിച്ച് വരുമ്പോൾ ആ ആംബിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അൺബാലൻസിങ്, അതായത് 2 ആംബിയർ കറണ്ട് ഇതിലൂടെ കയറി 1.5 ആംബിയറാണ് തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി വരുന്നത്. അപ്പോൾ 1/2 ആംബിയർ എവിടെയോ ലീക്കായി പോയിട്ടുണ്ട്, അതായത് എർത്ത് ലീക്കേജ് ആയി. ആ എർത്ത് ലീക്കേജ് ആകുന്ന സമയത്ത് ഇവിടെ ഈ CT കോയിലിൽ ഇവിടെ അൺബാലൻസിങ് വന്നു. അപ്പോൾ അൺബാലൻസിങ് വരുമ്പോൾ, അതായത് പോയ കറണ്ട് തിരിച്ച് മുഴുവനായിട്ട് കയറി വരാതെ വരുമ്പോൾ നമ്മുടെ ഈ CT കോയിൽ, അതായത് CT കോയിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ, ഈ CT കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇതിലുണ്ടാവും. ആ ഫീൽഡ് ഉണ്ടാവുമ്പോൾ ആ ഫീൽഡിൽ നിന്നും സ്വാഭാവികമായിട്ട് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു 4-5 റൗണ്ടിൽ ഇങ്ങനെ ഒരു ചെമ്പ് കമ്പി ചുറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെമ്പ് കമ്പി നമ്മുടെ റിലേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് പലതിലായിട്ട് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. റിലേ എല്ലാത്തിലും ഒന്നാണ് വരിക. ഇങ്ങനെ ഒരു റിലേ വരും. ഈ റിലേയുമായിട്ട് ഈ കമ്പി കണക്റ്റഡ് ആണ്. ഈ നേരത്തെ ചെമ്പ് കമ്പി ഈ റിലേയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ഇത് സെക്കൻഡറി വൈൻഡിങ്, ഇത് പ്രൈമറി വൈൻഡിങ്. അപ്പോൾ അതായത് നമ്മളെ ഈ പവർ പ്രൈമറിയും CT പ്രൈമറിയും ഇത് സെക്കൻഡറി ആയിട്ട് കണക്കാക്കുക. അപ്പോൾ പ്രൈമറിയിലുള്ള ഒരു ഇൻഡക്ഷൻ സെക്കൻഡറിയിൽ ഒരു വോൾട്ട് കിട്ടും. ആ വോൾട്ട് നേരെ വന്നിട്ട് എന്താവും, പവർ നേരെ വന്ന് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. അതായത് പവർ ഓവർലോഡായിട്ട് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ചുറ്റിയിരിക്കുന്ന ചെമ്പ് കമ്പി, അതായത് നമ്മളെ റിലേയിലേക്ക് പോകുന്ന ചെമ്പ് കമ്പികൾക്കിടയിലായിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ആ റെസിസ്റ്റർ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട്, അതായത് പവറിനെ ഒന്ന് പ്രതിരോധിച്ച് നോർമലി ഒരു പവർ ആക്കിയിട്ട് ഫാസ്റ്റായിട്ട് ഈ റിലേക്കുള്ളിലേക്കാണ് പോവുക. ഈ റിലേക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ റിലേയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, റിലേയിൽ ഇവിടെ നിങ്ങൾ കണ്ട ഒരു പുഷ് ബട്ടൺ, ഇപ്പോൾ ഒരു ബട്ടൺ ഉള്ളിലേക്ക് പോയി. ഈ ഒരു മെക്കാനിസം ജസ്റ്റ് നമ്മളെ മെക്കാനിസത്തെ ട്രിപ്പാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ CT കോയിലിൽ, അതായത് കറണ്ടിൽ ഒരു അൺബാലൻസിങ് വരുമ്പോൾ നമ്മളെ കറണ്ട് RCCBയിലൂടെ കയറി ഇറങ്ങിപ്പോയി നമ്മളെ വീടുകളുടെ
എവിടെയെങ്കിലും എനിക്ക് എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ പാർട്ടിൽ ഏതെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ, ന്യൂട്രൽ ലീക്കേജോ ഫേസ് ലീക്കേജോ വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ലീക്കേജ് വന്നു എന്നറിയാൻ എളുപ്പമാർഗം CT അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കറണ്ട് ട്രാൻസ്ഫോമർ പോകുന്ന കറണ്ടിനെയും വരുന്ന കറണ്ടിനെയും സദാസമയം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയതൊരു 5 ആമ്പിയർ കറണ്ട് ഇതിലൂടെ പോയി തിരിച്ച് 4 വരുന്നത്. അപ്പോൾ ഇവിടെ അൺബാലൻസിങ് വന്നു. അതായത് ഒരു ആമ്പിയർ കറണ്ട് എവിടെയോ പുറത്ത് ലീക്കേജ് ആയി പോയി. അപ്പോൾ ഉടനെ നമ്മൾ ഈ കോർ ബാലൻസ്, അതായത് കറണ്ട് ട്രാൻസ്ഫോമർ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ EMF എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മളെ കോർ ബാലൻസ് CT കോയിലിൻ്റെ ചുറ്റുമായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ ഫീൽഡിൽ നിന്നും ഒരു വോൾട്ട് നമ്മളെ റിലേയിലേക്ക് കിട്ടും. ആ റിലേയിലേക്ക് പോകുന്ന ഈ ചുറ്റ്, ഒരു 3-4 ചുറ്റ് കമ്പികളുള്ള ഒരു ചുറ്റ്, ഈ ചുറ്റിലേക്ക് ഒരു വോൾട്ട് കിട്ടും. ആ വോൾട്ട് നേരെ റെസിസ്റ്റർ വഴി നേരെ റിലേയിലേക്ക് പോകും. റിലേ നേരെ നമ്മളെ മെക്കാനിസത്തെ ആക്ട് ചെയ്യിക്കും. ഈ ആക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ റിലേ, ഇതൊരു റിലേ ആണ്. അപ്പോൾ പല RCCBകളിലും റിലേയുടെ ഡിസൈനിങ് വളരെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പർപ്പസ്, എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്നാണ്. അതായത് മെക്കാനിസത്തെ എത്രയും പെട്ടെന്ന് ട്രിപ്പാക്കുക, ഒരു വൻ അപകടം ഇല്ലാത്ത രീതിയിൽ ഒരു വോൾട്ട് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഇതിനുള്ളൊരു ചെറിയ ഒരു കോയിലാണ്. അപ്പോൾ ഇതിലൂടെ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലഞ്ചർ വർക്കാവും. ഈ നിബിലേക്ക് ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് മാത്രം മതി നമ്മളെ മെക്കാനിസം ടക്കിന് ട്രിപ്പാവാൻ. അപ്പോൾ ആ ഒരു പണിയാണ് നമ്മൾ റിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ റിലേക്ക് എന്തെങ്കിലും പ്രശ്നം, അതായത് റിലേയിൽ പൊടി കയറ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ EMF പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റിലേ നമുക്ക് യാതൊരു സുരക്ഷയും കിട്ടില്ല. അപ്പോൾ അത്രയും സേഫായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ RCCBയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഈ കോർ ബാലൻസിങ് ആണ്. ഈ CT കോയിലിൻ്റെ ഒരു അൺബാലൻസിങ് വരുമ്പോഴാണ് നമ്മൾ RCCB ട്രിപ്പ് ആകുന്നത്. അപ്പോൾ അത് എത്ര ആംബിയർ ആണോ, എത്ര ലീക്കേജ് ആണോ കറണ്ട് വരുന്നത്, അത് പോയ കറണ്ട്, അതായത് പുറത്തേക്ക് പോയ കറണ്ട് തിരിച്ചു വരുമ്പോൾ ആ ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഈ CT കോയിലിൽ നിന്ന് ഈ റിലേയിലേക്കുള്ള കോയിലിലേക്ക് പവർ കൊടുക്കുന്നത്. അത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. പ്രൈമറിയിൽ ഒരു വോൾട്ട് കൊടുക്കുന്നു, സെക്കൻഡറിയിൽ ഒരു പവർ, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി നമുക്കൊരു പവർ കിട്ടുന്നു. അപ്പോൾ അതാണ് നമ്മളെ RCCBൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. CT കോയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൽ വലുതായിട്ട് വേറെ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ CT ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. ഈ CT പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ നമ്മളെ റിലേ ആണ് ഇതിൻ്റെ മെയിൻ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മെക്കാനിസത്തെ ട്രിപ്പാക്കാൻ സഹായിക്കുന്നത് ഈ റിലേയിലുള്ള ഈ പുഷ് ബട്ടൺ, ഈ നിബ്ബാണ്. അപ്പോൾ ഈ റിലേയിലേക്ക് എന്തെങ്കിലും പൊടിയൊക്കെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ, റിലേ ആക്ട് ചെയ്യാഞ്ഞാൽ നമ്മുടെ RCCB അവിടെ സ്റ്റക്കായി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ഇത് സേഫായിട്ടുള്ള പൊടിയൊന്നും കയറാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ റിലേ എന്നുണ്ടെങ്കിൽ റിലേ വർക്കാവും. അതിനാണ് നമ്മൾ ടെസ്റ്റ് ബട്ടൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ്, ആഴ്ചയിൽ മന്ത്ലി ടെസ്റ്റ്, വീക്കെൻഡിൻ്റെ ടെസ്റ്റ് അല്ല, മന്ത്ലി ടെസ്റ്റ് എന്നാണ് എല്ലാ ഇതിന്മേലും ഉണ്ടാകുക RCCBയിലും. പക്ഷേ ശരിക്കും നമ്മളത് ഒരാഴ്ചയിൽ ടെസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ RCCBയുടെ ഈ വർക്കിംഗ് എന്തെല്ലാമാണ് ഇതിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആർക്കും RCCBയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാതെ ഇതിനെക്കുറിച്ച് ചില ക്ലയൻറ്റൊക്കെ ചോദിക്കും. ക്ലയൻറ്റൊക്കെ നല്ല ഇതിനെക്കുറിച്ചുള്ള ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ക്ലയൻറ്റുകളായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് നമുക്കൊരു തിയറി ഇതിൻ്റേത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.